പറയൂ, എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് നീതി വേണം. ഈ രാജ്യത്ത് ഷെഹൻഷാ ഒന്നേ ഉള്ളൂ, ഭരണവും ഒന്നാണ്. പിന്നെ നിയമം മാത്രം എന്തുകൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? നമ്മെ നമ്മുടെ വിശ്വാസം മാറ്റുന്നതിന് വേണ്ടി എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഞാനും ഇതേ രാജ്യത്താണ് ജീവിക്കുന്നത്, എല്ലാ കരവും കൊടുക്കുന്നുണ്ട്, ഒരു കുറ്റവും ചെയ്യുന്നില്ല. തൊമ്മാടി, ഷെഹൻഷായുടെ മുമ്പിൽ ബഹുമാനത്തോടെ സംസാരിക്കാൻ അറിയില്ലേ? സൈനികരെ, ഇയാളെ ഇവിടെ നിന്നും കൊണ്ടുപോകൂ. ഇയാളെ തടവറയിൽ അടച്ചേക്കൂ. ഇല്ല, അങ്ങേക്ക് അങ്ങനെ ചെയ്യാനാവില്ല. എന്ത് ഷെഹൻഷായാണ് അങ്ങ്? അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? നിയമം രാജാവിനും പ്രജകൾക്കും എല്ലാവർക്കും ഒരുപോലെയല്ലേ? അങ്ങൊരു ഹിന്ദു റാണിയെ വിവാഹം കഴിച്ചു. അവരോട് അവരുടെ വിശ്വാസം മാറണമെന്ന് അങ്ങ് നിർബന്ധം പിടിച്ചില്ലല്ലോ. പിന്നെ ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? കാര്യങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നതിന് അനുവാദം തന്നു എന്നതിന്റെ അർത്ഥം ഇതല്ല. നിങ്ങൾക്ക് എന്തും പറയാമെന്ന്. ഷഹൻഷായുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു. നന്നായി. പുതിയ ബീഗത്തിന് മനസ്സിലാകും, അനുസരണയില്ലാത്ത ആളുകളോട് ജലാൽ എങ്ങനെയാണ് പെരുമാറുന്നത്. നീ ഒരു അഹങ്കാരി മാത്രമല്ല, ഷഹൻഷായെ ചോദ്യം ചെയ്തു എന്നതിനാൽ കുറ്റവാളിയുമാണ്. അതിനുള്ള ശിക്ഷയായി ഇരുവരെയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുക. പിന്നെ നാം ആഗ്രഹിക്കുന്നത് എല്ലാവരും നന്നായി മനസ്സിലാക്കണമെന്നാണ്. ഇവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് ഒരിക്കലും ആരും തന്നെ ഷെഹൻഷായെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം കാണിക്കരുത്. വളരെ വലിയ അന്യായമാണ് ഇവിടെ സംഭവിക്കുന്നത്. സഹായം ചോദിക്കാനായി വന്നവരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു, അതും യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ. ഒരു കുഞ്ഞിനോട് പോലും ദയ തോന്നിയില്ല ഷെഹൻഷായ്ക്ക്. ബീഗം ജോധ, ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ നമ്മുടെ സമുദായത്തിലുള്ളവരല്ല, അന്യരാണ്. അന്യരോട് അതുപോലെ മാത്രമേ പെരുമാറാൻ സാധിക്കൂ. എനിക്ക് എന്ത് തരാനാണ് അങ്ങയുടെ കയ്യിലുള്ളത്? ശിക്ഷ നൽകുക തെറ്റ് ചെയ്തവർക്ക് മാത്രമാണ്. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. ഏത് വീട്ടിലേക്കാ ബാദുഷാ? അങ്ങയുടെ ഇവിടത്തെ ഭടന്മാര് എന്റെ വീട് തട്ടിയെടുത്തല്ലോ. ഞങ്ങൾക്ക് പാല് തരുന്ന ഒരു പശുവും ഉണ്ടായിരുന്നു, അതിനെ അവര് തട്ടിയെടുത്തു. ഇത് പറയാനാണ് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. കാരണം രാജാവിന് ഈ ഭൂമിയില് ദൈവത്തിന്റെ സ്ഥാനം തന്നെയല്ലേ ഉള്ളത്. എന്നിട്ട് അങ്ങാണെങ്കിലോ എന്റെ അമ്മയും അച്ഛനെയും തടവിലാക്കി. ഇപ്പൊ ഞാൻ എങ്ങോട്ടാണ് പോവുക? എവിടെയാണ് താമസിക്കുക? നിന്റെ അച്ഛൻ ഹുമയൂൺ ഉണ്ടല്ലോ, പറയുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠനാണ്. പക്ഷെ പ്രവൃത്തി കൊണ്ട് അയാൾ നമ്മുടെ ആജീവനാന്ത ശത്രുവായി മാറിയിരിക്കുകയാണ്. അയാൾ ഇവിടെ രക്തം ചിന്തും മുമ്പ് നാം അയാളെ വകവരുത്തിയിരിക്കും. ജലാലിലെ നാം ഇതെന്താണ് അങ്ങ് ചെയ്യുന്നത്? അവിടെ നിന്ന് മാറി നിൽക്കൂ ബീഗം, ഇതിവിടത്തെ നിയമമാണ്. കുഞ്ഞുങ്ങളിൽ നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾ ചേട്ടൻ അനിയന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഈ പാവം കുഞ്ഞ് എന്തു പിഴച്ചു? ആദ്യം അങ്ങ് ഇവനെ ഇവന്റെ അച്ഛനിൽ നിന്നും തട്ടിയെടുത്തു, എന്നിട്ടിപ്പോൾ ഇവന്റെ ജീവിതം തകർക്കാൻ നോക്കുകയാണോ? ഇല്ല, ഞാൻ ഈ നിരപരാധിയെ ശിക്ഷിക്കാൻ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കുകയില്ല. ഇത് ചെറിയൊരു മുറിവാണ് ജലാൽ. ഇത്രയും ചെറിയ മുറിവിന്റെ പേരിൽ ഇങ്ങനെ കരയുകയാണെങ്കിൽ എങ്ങനെയാണ് ബാദുഷയാകാൻ പറ്റുന്നത്?
ഈ മുറിവ് കാരണമൊന്നുമല്ല ഞാൻ കരയുന്നത്. എനിക്കെന്റെ ഉമ്മയും ഉപ്പയും ഓർമ്മ വന്നതുകൊണ്ടാണ്. നിന്റെ ഉപ്പ ബാദുഷ ഹുമയൂണും പിന്നെ നിന്റെ ഉമ്മ ഹമീദ ബാനുവും ശത്രുക്കളെ ഭയന്നിപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. പക്ഷെ നീ ഇപ്പോൾ നമ്മുടെ സംരക്ഷണത്തിലാണ് മോനെ. നാം ഉണ്ട് നിന്റെ ഉപ്പയുടെ സ്ഥാനത്ത് ജലാൽ. ജലാൽ നമ്മുടെ ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. ഇവന്റെ മാതാപിതാക്കൾ ഇവന്റെ അടുത്തില്ലെങ്കിൽ എന്താണ്? ഞാനുണ്ട് ഇവന്റെ ഉമ്മയായി. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ സ്വതന്ത്രരാക്കൂ. ഇവന്റെ വീടും ഇവന്റെ സാധന സാമഗ്രികളും എല്ലാം തിരികെ നൽകണം. അങ്ങിതെന്താണ് പറയുന്നത്? ഷെഹൻഷാ സ്വന്തം തീരുമാനം മാറ്റുകയില്ല. അതാ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം വിലപ്പെട്ടവരാണെന്ന് നമ്മേക്കാൾ അധികം മറ്റാർക്കും മനസ്സിലാകില്ല. ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കൾക്ക് പകരം ഈ ലോകം മുഴുവൻ ഒപ്പമുണ്ടാകും. എങ്കിലും മനസ്സുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അതുമല്ല, എല്ലാവർക്കും നമ്മെ പോലെ ഒരു ഖാൻബാവയും വല്ലുമയും ലഭിക്കണമെന്നില്ല. നാം ആഗ്രഹിക്കുന്നില്ല ഒരു കുഞ്ഞു പോലും സ്വന്തം ജീവിതം സ്വന്തം ഉമ്മയെയും ഉപ്പയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കണമെന്ന്. ഒരു പക്ഷേ ഷഹൻഷായ്ക്ക് സ്വന്തം തീരുമാനം മാറ്റുന്നത് തെറ്റ് തന്നെ ആയിരിക്കാം. എന്നാൽ അഭിമാനവും നീതിബോധവുമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നാം ഈ കുഞ്ഞിന് അവന്റെ മാതാപിതാക്കന്മാരെ തിരികെ നൽകുന്നു. നമുക്കിതിൽ തെറ്റായി ഒന്നും തന്നെ തോന്നുന്നില്ല. നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. എന്നിട്ട് നിന്റെ ഉപ്പയോടും ഉമ്മയോടും പറയൂ, ഷഹൻഷാ അവർക്ക് ശിക്ഷ നൽകിയത് ശരി തന്നെ. എന്നാൽ എല്ലാമായ പടച്ചവൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഇതെന്ത് ഭർത്താവിനെയാണ് അങ്ങനെ തന്നത് കണ്ണ? ഷെഹൻഷായ് ആയിരുന്നിട്ടും അന്യായം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ലജ്ജയില്ല. നമുക്ക് അദ്ദേഹം നമ്മുടെ ഭർത്താവാണെന്ന് പറയുന്നതിൽ തന്നെ ലജ്ജ തോന്നുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയുമായാണോ നമുക്ക് ബന്ധം സ്ഥാപിക്കേണ്ടി വന്നത്? മനുഷ്യത്വം എന്നത് തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. എനിക്ക് തോന്നുന്നു സമയവും തീരുമാനവും എല്ലാം മാറുകയാണെന്നാ നാസിമ. ആദ്യം ചതുരംഗ കളി മാറി മറിഞ്ഞു, എന്നിട്ടിപ്പോ ഷെഹൻഷായുടെ തീരുമാനവും. നീ എന്താ പറഞ്ഞു വരുന്നത് റുക്സ? ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ട് എനിക്കൊന്ന് ചതുരംഗം കളിച്ചുകൂടാ? ഒരുപക്ഷേ ഇത്തവണ ഞാനും അവിടത്തോട് വിജയിച്ചാലോ? ഏത് കാര്യം ചെയ്യാൻ യോഗ്യതയില്ലയോ അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അവിടുന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഷെഹൻഷായുടെ ഇന്നത്തെ തീരുമാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഷെഹൻഷാ സ്വന്തം തീരുമാനം മാറ്റിയത് ആ കുട്ടി ഹിന്ദു ആയതുകൊണ്ടല്ല, ബീഗം ജ്യോതിയും ഹിന്ദു ആയതുകൊണ്ടല്ല. അദ്ദേഹം തീരുമാനം മാറ്റിയത് ഇതുകൊണ്ടാണ്. അതായത് ആ കുട്ടിയിൽ ഷെഹൻഷാ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം കണ്ടു. പക്ഷെ നാം ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണ്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്കില്ല. അതുകൊണ്ട് പറയുകയാ, ജ്യോത ബീഗം നമ്മോട് വിജയിച്ചു. എന്നാൽ അത് ആഘോഷിക്കാൻ ശ്രമിക്കുക പോലും വേണ്ട. പകരം സ്വന്തം സൗന്ദര്യം നിലനിർത്താൻ ശ്രമിച്ചോളൂ. കാരണം ഇതാണ്, ഷെഹൻഷായോടൊപ്പം കഴിയാനുള്ള പ്രായം നിങ്ങൾക്ക് കടന്നു പോകാതിരിക്കാൻ. അമീറിൽ നിന്നും വന്നിട്ട് ഒരുപാട് നാളായി. അവിടെ രാജാവായി ആരുമില്ല, ഉത്തരവാദിത്വമുള്ള ആരും. ഏതെങ്കിലും ശത്രുവിന്റെ കഴുകൻ ദൃഷ്ടി അമീറിൽ പതിക്കാനിടയുണ്ട്. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോയേ തീരൂ.
ഉത്തരവ് നൽകിയാലും. അഥവാ അങ്ങ് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം അങ്ങേ തടയില്ല രാജാവ് ബാർമൽ. പക്ഷെ ഇത്രയും നാം തീർച്ചയായും പറയും, അങ്ങ് അമീറിനെ കുറിച്ചോർത്ത് ചിന്താകുലനാകേണ്ട ആവശ്യമില്ല എന്ന്. ഹിന്ദുസ്ഥാനിൽ മുഴുവൻ അറിയാം ജലാൽ അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചുവെന്ന്. ഇനി അമീറിന് മേലെ എല്ലാവരും കണ്ണുണ്ടാകുമായിരിക്കും, പക്ഷെ അത് ആരുടെയും മോശം ദൃഷ്ടിയാകില്ല. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ പോകുന്നതിനു മുൻപായി നമുക്ക് നമ്മുടെ മകൾ ജ്യോതി ഒന്നുകൂടി കാണണമെന്നുണ്ട്. അമ്മയും അച്ഛനും പോകുകയാണ് മോത്തി. ഒരു ഭാഗത്ത് മനസ്സിൽ ഇക്കാര്യത്തിൽ സന്തോഷമുണ്ട്. നമുക്ക് ഈ അഭിനയത്തിൽ നിന്നും മുക്തി ലഭിക്കുമല്ലോ. എന്നാൽ ഇതോർക്കുമ്പോൾ വേദനയുമുണ്ട്. നമുക്കറിയില്ലല്ലോ ഇനി എപ്പോൾ അവരെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ബേഗം ജോത, അവിടുത്തെ അമ്മയായ മഹാറാണി അവിടുത്തെ കാണാൻ വരുന്നുണ്ട്. മൂത്തി എന്തെങ്കിലും ചെയ്യൂ. അമ്മ നമ്മുടെ കണ്ണുനീർ കാണാൻ പാടില്ല. ഇതെന്താ? ഇത് ലേപനം പുരട്ടാനുള്ള സമയമാണോ മോത്തി? പോകൂ, ജലവും വസ്ത്രവും എടുത്തുകൊണ്ട് വരൂ. ജോധ, നാം അമീറിലേക്ക് മടങ്ങിപ്പോകുന്നു. പിന്നെ മോത്തിയും നമ്മോടൊപ്പം വരികയാണ്. മൂത്തി എന്തിനാണ് വരുന്നത്? അവൾക്ക് അവളുടെ ദൗത്യം ശരിയായി നിർവഹിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട്. നീ അവളെ ഏൽപ്പിച്ച കാര്യവും അവൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മഹാറാണി, ഞാൻ അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത്? ജ്യോതിയുടെ കണ്ണുനീർ നിന്നെ കൊളിപ്പിക്കാൻ സാധിച്ചില്ല മോത്തി. നീ എന്താ വിചാരിക്കുന്നത് ജ്യോത? റാണിയുടെ കിരീടം തലയിൽ ചൂടുന്നത് എളുപ്പമാണെന്നോ? വളരെ വലിയൊരു ഉത്തരവാദിത്വമാണിത്. റാണിയാകുന്നതിന്റെ സൗഭാഗ്യം ഇത് മാത്രമാണ്. എല്ലാവരും അവരുടെ ആജ്ഞ അനുസരിക്കും. ദൗർഭാഗ്യമാണെങ്കിലോ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് രാജാവിന്റെ തീരുമാനം അംഗീകരിച്ച് മതിയാകൂ. റാണി അമീറിലേതായാലും മുഗളന്മാരുടേതായാലും അവൾക്ക് റാണി എന്ന നിലയിൽ മൂല്യം നൽകിയേ മതിയാകൂ. അമീറിൽ നാം അത് നിർവഹിക്കുന്നു. ആഗ്രയിൽ നീ അത് നിർവഹിക്കാൻ പോകുന്നു. ഷെഹൻഷാ, അവിടത്തേക്ക് പ്രണാമം. പ്രഭു, ജ്യോതാ ബീഗം ഇത് സ്വീകരിക്കുന്നതിന് തയ്യാറായില്ല. അങ്ങയുടെ ഉത്തരവാകുന്ന സന്ദേശം തിരിച്ചയച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും വീണ്ടും നമുക്കെതിരെ ധിക്കാരം കാണിക്കുകയാണ് ജ്യോത. നമ്മുടെ സമ്മാനം നിരാകരിച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ അപമാനിച്ചു. നമുക്ക് ആവശ്യമില്ലാത്തത് നാം സ്വീകരിക്കാറില്ല. എന്നാൽ നാം നൽകിയതൊന്നും തിരിച്ചെടുക്കാറുമില്ല. അങ്ങേക്ക് സമ്മാനമായി നൽകാൻ കഴിയുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിൽ തന്നെയില്ല. അവിടുന്ന് വീണ്ടും നമ്മെ അപമാനിക്കുകയാണ് ജ്യോത. നാം ഒരിക്കൽ കൂടി അങ്ങേക്ക് സത്യത്തിന്റെ കണ്ണാടിയാണ് കാട്ടിത്തരുന്നത് ഷഹൻഷാ. ഈ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങ് നമുക്ക് ജീവിതത്തിൽ ഒരു തവണ നാം എന്ത് ചോദിച്ചാലും അത് തരാമെന്ന് വാക്ക് നൽകുന്നു എന്നാണ്. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഇതൊരു കബളിപ്പിക്കലാണ്. തട്ടിയെടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആർക്ക് എന്ത് നൽകാനാണ് സാധിക്കുക? അങ്ങ് ആ കുഞ്ഞിൽ നിന്നും അവന്റെ അച്ഛനമ്മമാരെ തട്ടിയെടുത്തു. അവന്റെ കളിച്ചു നടക്കേണ്ട കുട്ടിക്കാലം തട്ടിയെടുത്തു. അങ്ങ് അവനോട് അപരാധം ചെയ്തിരിക്കുന്നു. അങ്ങേക്ക് അവനൊന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മെ അത് തന്നെ കാണിച്ച് കബളിപ്പിക്കുന്നത് എന്തിനാണ്? അപൂർണമായ അറിവ് ദോഷം മാത്രമേ ചെയ്യൂ ജ്യോത. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാധിക്കില്ല എന്നത് 6 വയസ്സുള്ള കുഞ്ഞിന് പോലും വളരെ നന്നായി അറിയാം.
നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ മാതാപിതാക്കളുടെ മുൻപിൽ അവിടുത്തെ അപമാനിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നാം അത് നമുക്ക് ശക്തി തെളിയിക്കാനുള്ള മാർഗമായി കണക്കാക്കിയില്ല. നാം ഒരു തവണ കൂടി അവിടുത്തോട് പറഞ്ഞു തരികയാണ്, ഷെഹൻഷായെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അതാണ് ധർമ്മമെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ അടിക്കടി അവിടുന്ന് നമ്മെ അപമാനിക്കുകയാണെങ്കിൽ അതൊരിക്കലും നന്നായി പര്യവസാനിക്കില്ല. തട്ടിയെടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആർക്ക് എന്ത് നൽകാനാണ് സാധിക്കുക? ജീവിതത്തിൽ ആദ്യമായി അന്ന് നമുക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ജ്യോത. അന്ന് നീ നമുക്ക് തട്ടിയെടുക്കാൻ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞപ്പോൾ അന്ന് നീ നമ്മുടെ നിദ്രയെ തട്ടിയെടുത്തു. നമുക്കറിയില്ലായിരുന്നു നമ്മുടെ വാക്കുകൾ അങ്ങിൽ പ്രഭാവം ഉണ്ടാക്കുമെന്ന്. അങ്ങ് പ്രതികാരം ചെയ്യാനായി മുൻപോട്ട് പോയി. എന്നാൽ നാം നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ രാവും പകലും പിന്നിടുകയായിരുന്നു. അങ്ങ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, അങ്ങേക്ക് സ്നേഹിക്കാൻ അറിയില്ല, കാരണം അങ്ങയുടെ പക്കൽ ഹൃദയമില്ലെന്ന്. പക്ഷേ അങ്ങേക്ക് ഇതറിയില്ലായിരുന്നു, സ്നേഹമായാലും വെറുപ്പായാലും രണ്ടും ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന്. അങ്ങേക്ക് ഹൃദയമില്ലെന്ന് പറഞ്ഞത് എത്ര വലിയ അസത്യമായിരുന്നു അല്ലേ ഷഹൻഷാ? അതേ ജ്യോത, ചിലപ്പോഴൊക്കെ അങ്ങനെയും സംഭവിക്കാറുണ്ട്. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധം, ഒരു ദയാലുവിന്റെ ചിന്തയും ഒരു ക്രൂരന്റെ ചിന്തയും തമ്മിലുള്ള. എവിടെ പോവുകയാണ് മോത്തി ഭായ്? ദയവായി വിട്. മോത്തി ഭായ്, ഈ സമയത്ത് ജലാലിത് എങ്ങോട്ട് പോയി? ഈ ജ്യോതിയുടെ ദാസി ഈ സമയത്ത് ഇത് എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ഇതാരാ മോത്തിബായെ പിന്തുടരുന്നത്? എന്റെ പടച്ചോനെ, ആദം ഖാനല്ലേ ഇയാൾ ഈ സമയത്ത് മോത്തിയുടെ പുറകെ? രക്ഷപ്പെടാൻ അന്തപുരത്തിനുള്ളിലേക്ക് പോകണം. അവിടെ പുരുഷന്മാർക്ക് കയറാനാകില്ലല്ലോ.